നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, പുതിയൊരു വർഷം, പുതിയൊരു സ്മാർട്ട് ഫോൺ ഷവോമി ഒന്നും തെറ്റിക്കുന്നില്ല. പതിവ് പോലെ തന്നെ പുതിയ ഫോണുമായി വരുന്നു. ആ പ്രൈസ് സെഗ്മെന്റിലുള്ള എല്ലാ ഫോണുകളെയും തീർത്തിട്ട് പോകുന്നു. സോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഷവോമിയുടെ ഏറ്റവും പുതിയ ഫോണായ റെഡ്മി നോട്ട് 7 പ്രോനെ കുറിച്ചിട്ടാണ്. അതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4 ക്വാർട്ടറുകളായിട്ട് ഷവോമി ഇന്ത്യയിലെ നമ്പർ 1 സെല്ലിംഗ് സ്മാർട്ട് ഫോൺ കമ്പനിയാണ്. സോ അവർ ഇത്തവണ വന്നത് നോട്ട് 7 പ്രോയുമായിട്ടാണ്. സോ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും കൂടാതെ തന്നെ ഏറ്റവും ലോ ബാറ്ററി കൺസംഷനായ ഏറ്റവും ഹൈ കോസ്റ്റുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ബെസൽസ് ആണ് ഫോണിലുള്ളത്. നല്ലൊരു ലുക്ക് തന്നെ അതുകൊണ്ട് തരുന്നുണ്ട്. ഒരു നോച്ച് കൂടി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വളരെയധികം ലുക്ക് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്നും ആ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതും കൂടാതെ തന്നെ ഗൊറില്ല ഗ്ലാസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഈ ഫോണിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒരു ഫോണിൻ്റെ പ്രോസസ്സറാണ്. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 675 എന്ന പ്രോസസ്സറാണ്. ഇതിൽ 8 കോറുകളാണുള്ളത്. അതിൽ 2 കോറുകൾ ഗോൾഡ് കോറുകളും ബാക്കി 6 സിൽവർ കോറുകളാണ്. ഈ ഗോൾഡ് കോറുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടാസ്കിങ് ആയ ഗെയിമിങ്ങും മറ്റും ചെയ്യുന്ന സമയത്ത് ഈ ഗോൾഡ് കോറുകൾ നന്നായി വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗെയിം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഫ്രെയിമൊന്നും തെറ്റാതെ ഇരിക്കുന്നു. അതുകൂടാതെ ബാക്കിയുള്ള 6 സിൽവർ കോറുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ആയ നമ്മുടെ സോഷ്യൽ മീഡിയ യൂസിങ്, മ്യൂസിക് പ്ലേ ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഈ സിൽവർ കോറുകൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഈ ബഡ്ജറ്റിനകത്ത് തരാൻ സാധിക്കുന്നു. ബാറ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. അതും കൂടാതെ തന്നെ അതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതും കൂടാതെ USB Type-C കൂടി ഈ ബഡ്ജറ്റ് ഫോണിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ നല്ലൊരു പിക്കായി ഈ ഫോണിനെ അതും കൂടെ മാറ്റുന്നു. അടുത്തത് ഏറ്റവും മെയിൻ ഘടകം എന്ന് പറയുന്നത് ക്യാമറയാണ്. ഇതിൽ ബാക്ക് ക്യാമറയിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 48 മെഗാപിക്സലിൻ്റെയും 5 മെഗാപിക്സലിലെ 2 സെൻസറുകളാണ്. 48 മെഗാപിക്സൽ ഒറിജിനൽ സോണി IMX586 സെൻസറും രണ്ടാമത്തെ എന്ന് പറയുന്നത് 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ കൂടിയാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബോക്കെ എഫക്റ്റ് ഉള്ള ഫോട്ടോസ് എല്ലാം എടുക്കാനായിട്ട് സാധിക്കും. ഇനി ലോ ലൈറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ മോഡ് തന്നിട്ടുണ്ട് ഷവോമി. അത് നിങ്ങൾ ഇനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ലൈറ്റിങ്ങും എല്ലാം തന്നെ നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് ലോ ലൈറ്റിലും എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഫ്രണ്ട് ക്യാമറ എപ്പോഴത്തെയും പോലെ 13 മെഗാപിക്സലിൻ്റെ ഒരു ബ്യൂട്ടിഫൈ മോഡൊക്കെയുള്ള ഒരു ക്യാമറയാണ് തന്നിരിക്കുന്നത്. വളരെ നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിലൂടെയും എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ അവൈലബിൾ ആണ്, ഫേസ് അൺലോക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ഈ ഫോൺ വരുന്നത് Android Pieലാണ്. നിങ്ങൾക്ക് MIUI 10 കൂടി അവൈലബിൾ ആയിരിക്കും. ഈ ഫോൺ വാട്ടർ പ്രൂഫാണ്. ഇതൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന മെയിൻ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതും കൂടാതെ തന്നെ ഈ ഫോണിൻ്റെ ലുക്കിന് ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവർ ഈ ഗ്രേഡിയൻ ഫിനിഷ് കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ്. 2 കളറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും കംപ്ലീറ്റ് ഗ്ലാസ് പാനലാണ് നമുക്ക് ബാക്കിൽ തന്നിരിക്കുന്നത്. അതും ഈ ഫോണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഫോൺ 2 വേരിയൻറ്റിലാണ് കറൻ്റ് ലോഞ്ച് ആയിരിക്കുന്നത്. ആദ്യത്തെ വേരിയന്റ് എന്ന് പറയുന്നത് 4GB + 64GB, സെക്കൻഡ് വേരിയന്റ് എന്ന് പറയുന്നത് 6GB + 128GB സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ബേസ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 13,999, അതായത് 14,000 രൂപയും രണ്ടാമത്തെ അപ്പർ വേരിയന്റിന് പ്രൈസ് തന്നിരിക്കുന്നത് 16,999 രൂപ, അതായത് 17,000 രൂപയാണ്. സോ ഈ പ്രൈസിലുള്ള എല്ലാ ഫോണും തീർത്തു എന്ന് തന്നെ പറയാം. വേറെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കേട്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വാങ്ങണോ വേണ്ടോ എന്നുള്ളതൊക്കെ. സോ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ ഈ ഫോണിലേക്ക് പോകണം. അതുകൂടാതെ തന്നെ പിന്നെ നിങ്ങൾക്ക് സോഫ്റ്റ് കേസ് ഒക്കെ ഫ്രീ ആണെന്നാണ് പറയപ്പെടുന്നത്. സോ ഫസ്റ്റ് സെയിൽസ് നടക്കാൻ പോകുന്നത് മാർച്ച് 13 ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും me.com നിന്നും പിന്നെ എക്സ്ക്ലൂസീവ് പാർട്ട്നേഴ്സ് ഓഫ്ലൈനിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു റെഡ്മി നോട്ട് 7 പ്രോ എൻ്റെ അറിവിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെ ആയിരിക്കും. നിങ്ങളെന്ത് പ്രതീക്ഷിക്കുന്നു? നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കണമെന്ന് വെച്ചാൽ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ തന്നെ വരും. അതുവരെ ഗുഡ് ബൈ.